ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആകാശത്ത് സ്വന്തം പ്രതിഭ കൊണ്ട് ഉയർന്നു വന്ന താരമാണ് മലയാളി താരം സഞ്ജു. അനായാസം റൺസ് ഉയർത്തുന്ന സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ കഴിഞ്ഞ T20 ലോകകപ്പ് നേടിയെടുത്തതെന്ന യാഥാർത്ഥ്യം ആരാധകർ എക്കാലത്തും ഓർക്കുന്ന ഒന്നാണ്. 2026 T20 ലോകകപ്പിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് സഞ്ജുവാണെന്ന് പോലും പറയാവുന്ന രീതിയിലുള്ള തകർപ്പൻ പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത്. പ്രതികൂല സാഹചര്യങ്ങളിലും വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും തകർപ്പൻ പ്രകടനത്തിലൂടെ സഞ്ജു ഇന്ത്യയുടെ ഉറച്ച മാച്ച് വിന്നറായി മാറുകയായിരുന്നു. ഇന്ത്യയുടെ നായക സ്ഥാനത്തു നിന്നും സൂര്യകുമാർ യാദവ് പടിയിറങ്ങിയപ്പോൾ ആ സ്ഥാനത്തേക്ക് സ്വാഭാവികമായും സഞ്ജു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ സഞ്ജുവിനെ തഴഞ്ഞ് ശ്രേയസ് അയ്യരെ T20 ടീമിന്റെ നായകനാക്കി. 1.5 വർഷത്തോളം ടീമിൽ പോലും ഇല്ലാതിരുന്ന ശ്രേയസിനെ പെട്ടെന്ന് ടീമിലേക്ക് തിരികെ കൊണ്ടുവരികയും നേരിട്ട് നായകനാക്കുകയും ചെയ്തു. എന്നാൽ ശ്രേയസിന് കീഴിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ പ്രകടനം ഒരിക്കലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വീണ്ടും സഞ്ജുവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ ആരും തള്ളിക്കളയുന്നുമില്ല. ഇന്ത്യ സഞ്ജുവിനെ T20 ടീമിന്റെ നായകനാക്കുന്നതിനെ പല ക്രിക്കറ്റ് പ്രമുഖരും ശക്തമായി പിന്തുണച്ചിട്ടുമുണ്ട്. ആരാണ് ആ പ്രമുഖരെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രമുഖ അവതാരകനും അനലിസ്റ്റുമായ ഹർഷ പോഗ്ലെ സഞ്ജുവിനെ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ ആക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവരിൽ ഒരാളാണ്. സഞ്ജു മുൻ നായകന് MS ധോണിയെ പോലെയും രോഹിത് ശർമ്മയെ പോലെയുമാണെന്ന് ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിന് കളിക്കാരൻ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും അദ്ദേഹം വലിയ പിന്തുണയാണ് നൽകുന്നത്. അതുപോലെ മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ സഞ്ജുവിന്റെ നായക മികവിനെ പ്രശംസിച്ചിട്ടുണ്ട്. സഞ്ജുവിന് പെട്ടെന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നും ഒരു മികച്ച നായകനായി വളരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ചെറിയ വീഴ്ചകളെ വിമർശിക്കാറുണ്ടെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന് വലിയൊരു ഭാവിയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മുൻ ഇന്ത്യൻ പേസ് ഓൾറൗണ്ടറായ ഇർഫാൻ പഠാനും സഞ്ജുവിനെ ഇന്ത്യയുടെ നായകനാക്കി വളർത്തണമെന്ന് ശക്തമായി വാദിക്കുന്നു. IPL രാജസ്ഥാൻ റോയൽസിനെ 5 വർഷത്തോളം നയിക്കുകയും ഫൈനലിൽ എത്തിക്കുകയും ചെയ്ത ചരിത്രമാണ് സഞ്ജുവിനുള്ളത്. എന്നിട്ടും സഞ്ജുവിന് പലപ്പോഴും ഇന്ത്യൻ ടീമിൽ അർഹിച്ച പിന്തുണ നായകൻ എന്ന നിലയിലോ കളിക്കാരൻ എന്ന നിലയിലോ ലഭിക്കുന്നില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ മുൻ സൗത്ത് ആഫ്രിക്കൻ താരവും T20 ക്രിക്കറ്റിലെ ഇതിഹാസവുമായ എബി ഡിവിലിയേഴ്സും സഞ്ജുവിന്റെ നായക മികവിനെ നിരവധി തവണ പ്രശംസിച്ചിട്ടുണ്ട്. നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് വലിയൊരു ഭാവി ഉണ്ടെന്നാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ ഈ പിന്തുണകൾക്കൊക്കെ അപ്പുറം സഞ്ജുവിന് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് എത്തുകയെന്നത് വലിയൊരു കടമ്പയാണ്. സഞ്ജുവിനെ നായകനാക്കി വളർത്താൻ ടീം മാനേജ്മെന്റിന് വലിയ താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ ഉൾപ്പെടുന്ന സംഘത്തിന് സഞ്ജുവിനെ ടീമിൽ നിലനിർത്തുന്നതിൽ പോലും വിമുഖതയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട്. അതേസമയം പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിന്റെ പ്രതിഭയെയും കഴിവിനെയും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ പരിശീലകന്റെ മാത്രം പിന്തുണ കൊണ്ട് സഞ്ജുവിന് ഇന്ത്യയുടെ T20 നായകനാകാൻ കഴിയില്ല എന്നതാണ് കൈപ്പേറിയ സത്യം.